എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സത്യത്തിൽ ഇജാസ് പറയുന്നത് ശരിയാണ്. പക്ഷെ ഇവന്റെ വീഡിയോ കേട്ടാല് മനസ്സിൽ ഇളക്കം സംഭവിച്ചാൽ പോലും ഇളക്കാവൂലേ. ഏതായാലും ഇവരെന്തിനും എങ്ങനെ ചെയ്യുന്നത് മനസ്സിലാകത്തത്. ഞാൻ നാളെ പറഞ്ഞു ഇതൊക്കെ ഒരു ടീമെന്ന് പറഞ്ഞില്ലേ. ജുബി, ആദില്, മറ്റേ തമിഴന്, ഏത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് തമിഴുണ്ടല്ലോ, ഇതൊക്കെ ഒരു ടീമാണ്. ഈ ആദിനെ പറ്റി ഒറ്റ വീഡിയോ പോലും ചെയ്തിട്ടില്ലല്ലോ. ആദിൽ ഇതേപോലെ ഇജാസ് ചെയ്യുന്ന പോലെ എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ടല്ലോ. ആ വീഡിയോ ഇടുമ്പോ ആ പ്രശ്നമുണ്ടില്ല. എന്ത് ഇരട്ടത്താപ്പിനായാണ് അതൊക്കെ. നേരിൽ പോയി കണ്ട് തലക്കൊരു മേട്ടം കൊടുക്ക്, അതാണ് അതിനുള്ള പരിഹാരം. അല്ലെങ്കിൽ മരുന്നീതി കൊടുക്ക്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല. അല്ലെങ്കിൽ ചങ്ങലക്ക് വേണം. ഇജാസെന്ന് അല്ലേ പേര്? ഇത് എൻ്റെ മോൻ്റെ നമ്പറാണ്. അവൻ റഷ്യയിലുണ്ട്. ഇപ്പം വന്നിട്ട് 1 മാസമായി. അവിടെ ഉള്ളൊരു ചെറുക്കൻ മുഖേനയാണ് ഞങ്ങൾക്ക് അവിടെ വരാനുള്ള ഒരു വഴി കിട്ടിയത്. അപ്പം അവൻ പറഞ്ഞത് ഒരു ജോലി, അവിടെ ചെന്നപ്പം വേറൊരു ജോലി, കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി. പക്ഷേ അവിടെ ഭയങ്കര കഷ്ടപ്പാട്, ഭയങ്കര വെയിറ്റൊക്കെ എടുക്കണം. അവനങ്ങ് ആകെ വിഷമത്തിലാണ്. അപ്പം ഇജാസിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് അവനെ ആ കമ്പനിയിൽ നിന്ന് മാറ്റാൻ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒന്ന് ആക്കി കൊടുക്കും. വെയർ ഹൗസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, +2 പാസ്സതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് മാറ്റി ഒന്ന് വേറെ ഒരു കമ്പനിയിലാക്കി തന്നാൽ ഒരു സഹായമായിരുന്നേന്. അവൻ ഈ സ്ഥലത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവനിപ്പം കമ്പനിയിൽ നിന്ന് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഒരാഴ്ച ആയതേ ഉള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. 13-ാം തീയതി ആകുമ്പോൾ 1 മാസമാവും അവിടെ ചെന്നിട്ട്. എനിക്കൊരു സഹായം പ്ലീസ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾ ആ വോയിസ് ക്ലിപ്പ് കേട്ടുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരുത്തൻ നിരന്തരമായിട്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാരണം എന്താണ് ഇവൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവൻ ഓരോ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ ഇവൻ ഒഴിവാക്കിയ കേസാണ്. ഇതിൽ നിന്നും ഒഴിവാക്കിയവൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിത്തൗട്ട് എവിഡൻസ് ആണ് ഇവൻ ഈ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ വിത്ത് പ്രൂഫ് അടക്കമാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തു നിന്നുള്ള, കാരണം ഞാൻ ഇതിനെതിരെ പ്രതികരിക്കണ്ട എന്നുള്ള രീതിയിൽ ഉറച്ചു നിന്നതാണ്. പക്ഷേ ഇവൻ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പം നിങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരുപാട് എവിഡൻസുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്, നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറം ഒരു പ്രൂഫ് എനിക്ക് തരാനില്ല. കാരണം ഇത്രയും എവിഡൻസുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആരെയും റഷ്യയിലേക്ക് വരാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളെല്ലാവരും റഷ്യയിലേക്ക് കയറി വരിക, അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഒരു വീഡിയോയിലും ഞാൻ റഷ്യയിലേക്ക് വരാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാണ്. കാരണം നാട്ടിൽ ജോലിയൊന്നും ഇല്ലാത്ത ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതായത് ഇജാസ് ബ്രോ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കോൺടാക്ട് ചെയ്യാറ്. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം ഞാനല്ല ഈ വിസ ചെയ്യുന്നത്, ഞാനല്ല കോൺട്രാക്ട് കൊടുക്കുന്നത്, ഞാനല്ല ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്, ഞാനല്ല വിസ കൊടുക്കുന്നത്. എല്ലാം റഷ്യൻ ഫെഡറേഷൻ്റെ അണ്ടറിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഓരോരോ അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ ഞാനൊരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ത്രീയുടെ മകൻ വന്നിട്ടുള്ളത് ഒരു വെയർ ഹൗസ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൺസ്ട്രക്ഷനിലേക്കാണ് ആ പുള്ളിനെ ഇവിടെ എടുത്തിട്ടുള്ളത്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്കാണ്. പക്ഷേ ഇവരോട് പറഞ്ഞിട്ടുള്ളത് നാട്ടിലെ ഒരു ഏജൻസി, അതായത് അവർക്ക് വെയർ ഹൗസിൽ ജോബ് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ റഷ്യയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഒരു കോട്ട വിസയാണ്. അതായത്
ആദ്യത്തെ 3 മാസത്തേക്ക് അടിച്ച് 3 മാസം കഴിഞ്ഞിട്ട് ഒരു റഷ്യൻ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായിട്ട് 9 മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ അവരുടെ ജോലിയുടെ സ്കില്ലും കാര്യങ്ങളും നോക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു വിസയാണ് ഈ ഒരു കോട്ട വിസ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഇവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സ്ത്രീ ഒരമ്മ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം വളരെ ഖേദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പുള്ളി ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് റഷ്യയിലേക്ക് വരുന്നത്. പക്ഷേ പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങളൊന്നും 4-5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പുള്ളി റഷ്യയിൽ വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്ത് കിട്ടിയിരുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവരോട് നാട്ടിൽ നിന്ന് പറഞ്ഞ പോലെയല്ല. കാരണം ഇവരുടെ ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് ഇവന് വിസ ചെയ്ത് കൊടുത്തത്. പിന്നെ കഴിഞ്ഞ റീസെൻ്റ്ലി ഒരു 6 പേരെ നാട്ടിലേക്ക് തിരിച്ചയച്ചിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന പിള്ളേരായിരുന്നു. ഈ തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ 6 പിള്ളേരെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള കാരണം നാട്ടിലത്തെ ഏജൻസി വഴിയാണ് ഇവർ വന്നത്. കാരണം ഇവർക്കൊരു പ്രോപ്പർ ഇവിടെ മൈഗ്രേഷനിൽ വന്നിറങ്ങിയ സമയത്ത് ഇവർക്ക് അതിനുള്ള ഒരു ആൻസർ കൊടുക്കാൻ പറ്റിയില്ല. കാരണം മൈഗ്രേഷനിൽ വിളിച്ച സമയത്ത് ഇവർക്ക് റഷ്യൻ ലാംഗ്വേജ് അറിയത്തില്ല. അപ്പം അങ്ങനെ അവരെ നാട്ടിലേക്ക് തിരിച്ചയച്ചു. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ അറിയാത്ത ഏജൻസികളായിട്ട് ഈവൻ ലാംഗ്വേജും റഷ്യൻ ലാംഗ്വേജും ഒന്നും അറിയാത്ത ഏജൻസികളായിട്ട് നിങ്ങൾ മാക്സിമം വിസ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കെതിരായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഓരോ വിസയെക്കുറിച്ചും കുറ്റം പറയുന്നത്. ഇങ്ങനെയുള്ള ചില ആളുകളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ചെറിയ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ എനിക്ക് തരേണ്ടതായിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ ഏത് വിസയിലാണ് റഷ്യയിലേക്ക് വന്നിട്ടുള്ളത്? ആ വിസ എന്താണെന്നുള്ളത് നീ കാണിക്കുക. ആ വിസയിൽ ലീഗലായിട്ട് റഷ്യയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നീ എനിക്ക് കാണിക്കണ്ട, പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കുക. ഒരു വീഡിയോയിൽ വന്നിട്ട് കാണിക്കണം. രണ്ടാമത്തെ കാര്യം, നീ എന്നു മുതൽ റഷ്യയിൽ വന്നു അന്നു മുതൽ ഇന്ന് വരെയുള്ള ടാക്സ് അടച്ചതിൻ്റെ മൈനോലോഗ് അല്ലെങ്കിൽ ഗൊസ്ലൂഗ് ഇപ്പേ അല്ലെങ്കിൽ മൈനോലോഗ് സമസാനിയത്ത് എന്ന് പറയും റഷ്യയിൽ. ഈ 2 രീതിയിലും അന്നു മുതൽ ഇന്ന് വരെ ടാക്സ് അടച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നീ കാണിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നീ പറയുന്നുണ്ട് നിനക്കെതിരെ കേസ് കൊടുക്കില്ല, നിനക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വക്കീലിനെ വെച്ച് വാദിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നടക്കണം. കാരണം ഇവിടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വക്കീലിനെ വെച്ച് ആ വക്കീലിന് കുറേ പൈസ കൊടുക്കണം. നിന്നെ പോലുള്ള ഒരു ഊച്ചാളിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വക്കീലിന് വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കേണ്ടി വരും, ഇങ്ങനെ കേസ് വാദിച്ച് പോകാൻ വേണ്ടി. പക്ഷെ അതിന് നിന്നെ പോലുള്ള നീ എനിക്ക് ഇരയല്ല. കാരണം ഒരു പട്ടികൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. സിംഹം അത് മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അതായത് ഞാൻ സിംഹം എന്നുള്ള ഒരു പദം എന്നെക്കുറിച്ച് ഞാൻ ഉപയോഗിച്ചതല്ല. ഞാൻ എന്തോ വലിയ സംഭവമൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഈക്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരാളെക്കുറിച്ച് ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ നീ തയ്യാറാണ്. അതായത് ഡോക്യുമെന്റേഷൻ, നീ അന്നു മുതൽ ഇന്ന് വരെ അടച്ച ടാക്സിന്റെ കള്ളാസ്, നീ ഓരോ ആൾക്കാരുടെ പേരും പറയുന്നുണ്ടല്ലോ ടാക്സ് അടിച്ച്. പിന്നെ നീ ഇൻഡയറക്റ്റ് ആയിട്ട് വിസ പ്രൊമോട്ട് ചെയ്യുന്നുള്ളത് ബുദ്ധിയും വിവരവും ലോജിക്കായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം നീ ഓരോ കമ്പനീൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, റഷ്യയിലുള്ള കമ്പനീൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പ്രോപ്പർ വിസയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രോപ്പർ വിസയിൽ ഈ ആളുകൾ വന്നിട്ട് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ? 60, 70, 70, 80 ശമ്പളം പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇവർക്ക് 25, 30, 40 ഒക്കെയാണ്. 40 പോലും തികച്ച് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഒരു 6 മാസമായിട്ടും 40 രൂപൻ്റെ മുകളിൽ പോകാത്ത ആൾക്കാരുണ്ട്. അവിടെ പ്രോപ്പർ റൂമില്ല, പ്രോപ്പർ ജോലിയില്ല, ഒരു ഉൾപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ആഡുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അടിച്ചിറങ്ങി വരുന്നുണ്ട്. റഷ്യയിലേക്ക് വേക്കൻസി 70 മുതൽ 80,000 ശമ്പളം, 90,000 ശമ്പളം, ഒരുപാട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആഡ്സ്, അതായത് അഡ്വർടൈസ്മെന്റ്സുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ആൾക്കാർ എനിക്ക് അയക്കുന്നുണ്ട്. ഒരുപാട് മാർക്കറ്റുകളെ കുറിച്ച്, ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളിൽ വേക്കൻസികളുണ്ട്, ഒരുപാട് വെയർ ഹൗസുകളിൽ വേക്കൻസികളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്നെ വിളിച്ച് പറയാറുണ്ട്. പിന്നെ ഇവൻ കുറേ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു അരവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ, ഈ ആദിൽ എന്ന് പറഞ്ഞ ആൾ, പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഈ അരവിന്ദിൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. അരവിന്ദ് മാക്സിമം വിസയെ പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളാണ്. അതുവഴി ഇൻഡയറക്റ്റ് ആയിട്ട് ഇവന് നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. മിനിമം ഈ അരവിന്ദ് വഴി ഇവനുള്ള ബിസിനസ് നടക്കുന്നില്ല. കാരണം ഇവൻ വലിയൊരു തുക വാങ്ങിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്, ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ആളുകൾക്ക് അത്രയും വലിയ എമൗണ്ട് കൊടുത്ത് റഷ്യയിലേക്ക് വരാൻ പറ്റുന്നില്ല. അതിൽ നിന്ന് വലിയൊരു തുക ഈ ജുബി എന്നവൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട്, റൂബിളായിട്ടായിരിക്കും പോകുന്നത്.
അപ്പം നല്ലൊരു എമൗണ്ട് അവൻ ഓൾറെഡി ഉണ്ടാക്കി, അവൻ നല്ലൊരു ലാഭം, നല്ലൊരു പ്രോഫിറ്റ്. അപ്പം എന്നെ കോഴികൾ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞവനാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. നിങ്ങൾ അവൻ്റെ വീടിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവൻ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ ഓരോ വിസയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അരവിന്ദ് വഴി അവൻ നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ഏജൻസികൾ വഴിയും ഇവൻ ഈ എന്നെപ്പോലെ തന്നെ ഞാൻ വിസ ഇതുവരെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഈ 3 വർഷത്തെ വിസ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, ഡയറക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഇവൻ ചെയ്യുന്നില്ല. അതാണ് നേരത്തെ ക്ലയൻസുകൾ പറഞ്ഞു. നേരത്തെ ഒരുപാട് ആളുകൾക്ക് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി ആളുകൾക്ക്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കേൾപ്പിച്ചെന്ന വോയിസ് ക്ലിപ്പിലൂടെ ആ ആളുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി മുതൽ എനിക്ക് ഇവൻ്റെ വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇവൻ ഒരു തലക്ക് സുഖമില്ലാത്ത കാരണം നിങ്ങൾക്ക് എപ്പോഴും ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിലേക്ക് ആൾക്കാർ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അത് ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഒരാളെ കുറ്റം പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. അവൻ അവിടെ മത്സ്യം പിടിച്ച്, വലിയ വലിയ മീനുകളെ പിടിച്ച്, വലിയ വലിയ സ്രാവുകളെ പിടിച്ച്, തിമിംഗലത്തിന് ചൂണ്ടിലിട്ട്, അതുപോലെ തന്നെ സ്രാവുകളെ പിടിച്ച് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തു പോട്ടെ. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു നരഭോജി എന്ന പദമാണ് എനിക്ക് അവനെ വിശ്വസിപ്പിക്കാൻ, ആ ഒരു പദമാണ് അവന് സൂട്ടബിളായിട്ട് പോകുന്നത്, കംഫർട്ടബിളായിട്ട് പോകുന്നത്. കാരണം എന്നെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ചിത്രീകരിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു ജുബി എന്ന് പറഞ്ഞവൻ. അറ്റ്ലീസ്റ്റ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രൂഫും ഇന്നേ വരെ അവന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും വിത്ത് പ്രൂഫ് അടക്കം പ്രൂവ് ചെയ്തിട്ടും ആളുകൾക്ക് ഇപ്പോഴും വളരെയധികം ഡൗട്ട്സാണ്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയും ഡൗട്ട്സ് വരുന്നത്? ഇവനോട് ചോദിക്കുക, നീ ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിന്റെ ഡോക്യുമെന്റുകൾ എന്തുകൊണ്ട് നീ കാണിക്കുന്നില്ല? നീ ഇവൻ പറയുന്നുണ്ട് ഞാൻ ബിസിനസ് വിസയിൽ വന്ന ആൾക്കാരെയൊക്കെ നാട്ടിലേക്ക് തിരിച്ചയച്ചു എന്നുള്ളത്. 2017 ഇവൻ ആദ്യമായിട്ട് റഷ്യയിൽ വരുന്നത്. 2016-17 കാലഘട്ടത്തിൽ ആ സമയത്ത് ഇവൻ ബിസിനസ് വിസയിലാണോ എന്നുള്ളത്, നീ ആദ്യം വന്ന ഏത് വിസ, അത് ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള വിസയാണോ എന്നുള്ളത് നിങ്ങൾ ഈ ജുബി എന്നവനടുത്ത് ചോദിക്കുക. ഇവൻ ടാക്സ് അടച്ച കള്ളാസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. ഇവൻ ഇവിടെ വന്നിട്ട് എവിടെയോ ഒരു റഷ്യക്കാരി പെൺകുട്ടീനെ സെറ്റാക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇവൻ. മറ്റുള്ളവർ ഇവിടെ വന്നിട്ട് ആളുകൾ ഇവിടെ വന്ന് കുറച്ച് പൈസ ഉണ്ടാക്കുന്നതൊന്നും ഇവന് പിടിക്കുന്നില്ല. ഇവൻ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? കാരണം ഇവൻ പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടുപോയി അടിമകളെ പോലെ ജോലിക്ക് ഇടാന്ന്. എന്ത് അടിമകളെ പോലെ ജോലി ചെയ്യാനല്ല ആളുകൾ ഇവിടെ വരുന്നത്. അല്ലാതെ നിന്നെ പോലെ ഇരുന്ന് തിന്ന് കൊഴുത്ത് നിൽക്കാനല്ല ആളുകൾ. ഞാനൊക്കെ 12-13 മണിക്കൂർ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് നിനക്കറിയാം. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കുക. കാരണം നമ്മുടെ നാട്ടിൽ ജോലി ഉണ്ടെങ്കിൽ ആളുകൾ ആരും ഇങ്ങോട്ടേക്ക് വരത്തില്ല, അവിടെ ജോലിയില്ല. അല്ലെങ്കിൽ നീ ഒരു കാരണം ചെയ്യണം. നീ ഇങ്ങനെയൊക്കെ വീട് ചെയ്യുന്ന ഒരാളല്ലേ, നാട്ടിൽ നീ അല്ലാത്ത പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ നീ. ഈ പാവങ്ങളെ പറ്റിക്കുന്നു, പാവങ്ങളെ ഇതാക്കുന്നു, പാവങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, പാവങ്ങൾ അങ്ങനെ ചെയ്യുന്നു, പാവങ്ങളില്ലാത്ത പൈസ വാങ്ങിച്ചു വരുന്നു. ഈ പാവങ്ങൾക്കൊക്കെ നീ സഹായം ചെയ്യൂ, ഈ പാവങ്ങളൊക്കെ നീ ഹെൽപ്പ് ചെയ്യൂ. നീ എന്തുകൊണ്ട് ഈ പാവങ്ങളെ സഹായിക്കുന്നില്ല? അപ്പം നീ പാവങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യണ്ടേ? പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യണ്ടേ? നീ വലിയൊരു പുണ്യാളനാണെങ്കിൽ നീ പുണ്യപ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ചെയ്യണ്ടേ? ഈ ചോദ്യത്തിനൊക്കെ നീ എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല? ഈ പാവങ്ങളാണ് ഇത്രയും, ഞാൻ നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ ചെയ്ത ഈ പാവങ്ങളാണ് എല്ലാവരും പൈസ ഉണ്ടായിട്ടില്ല റഷ്യയിൽ വരുന്നത്. കടങ്ങളും അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് തന്നെയാണ് റഷ്യയിലേക്കും പല രാജ്യത്തിലേക്കും കുടിയേറി പോകുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കാൻ. ഇത്രയും അതിനും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവരെ കടങ്ങൾ വീട്ടി പോവുകയല്ലേ ചെയ്യുന്നത്. അല്ലാതെ നിനക്ക് എന്താണ് അതിൽ ഇത്? മറ്റുള്ളവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ നീ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നീയും കൂടി നിന്റെ ഭാഗത്തു നിന്നുള്ള സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. നീ എന്തുകൊണ്ട് നിന്റെ ഒരു ഡോക്യുമെന്റേഷനും ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നില്ല? എൻ്റെ നാട്ടിലെ മെമ്പറിനെ അടക്കം വിളിച്ചിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഒരു പെറ്റി കേസ് പോലും ഇവന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഓരോ ആൾക്കാരെയും വിളിച്ച്, ഞാൻ കൊണ്ടുവന്ന ഓരോ ആൾക്കാരെയും വിളിച്ച് ഇജാസിനെതിരെ പറയാൻ പറ്റുമോ, ഞാൻ നിനക്ക് പൈസ വേണമെങ്കിൽ തരാം, ഇജാസിനെതിരെ സംസാരിക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ അങ്ങനെ വിളിച്ചിട്ട് എൻ്റെ ക്ലയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇജാസ് ബ്രോ നിങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരുത്തം വിളിച്ചിട്ട് ജുബി എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല, പിന്നെ എന്താണ് ഇവന് ഇത്രയും പ്രശ്നം? ആ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചരാം. നിങ്ങളത് ചിന്തിക്കണ്ട. നിങ്ങൾ പറയുന്ന റെസ്പോൺസിബിലിറ്റി, നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുക പറഞ്ഞ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ചിന്തിക്കണ്ട. ഇപ്പൊ നമുക്ക് തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ആളുകളുടെ മുമ്പിൽ ഇവൻ കള്ളൻ, ഇവൻ ആളുകളുടെ മുമ്പിൽ മാന്യത ചമയണം,
അതായത് ഇവനെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം. അതായത് എല്ലാം റഷ്യയിലെ എല്ലാ നിയമങ്ങളും ലോവും കാര്യങ്ങളൊക്കെ, ഞാൻ ലോ ഹിസ്റ്ററി ലാംഗ്വേജ് റഷ്യയിൽ ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. ആ വീഡിയോ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഇവൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ലോ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അവന് തരാൻ പറ്റുമോ? അത് അവന് തരാൻ പറ്റില്ല. കുറച്ച് ഒരു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് അവന് സംസാരിക്കാൻ പറ്റുമോ? പ്രോപ്പറായിട്ട് ഒരു ലാംഗ്വേജ് അറിയാം. ബബ്ബെ എന്ന് പറയുന്ന ഒരു പൊട്ടനാണ് അവൻ. പിന്നെ ഞാൻ ഇവനെക്കുറിച്ച് എനിക്ക് ചെയ്യണ്ട എന്ന് വിചാരിച്ച് തലക്ക് സുഖമില്ലാത്തവനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെ കുത്തുകയാണ്. അപ്പോൾ ആളുകൾക്ക് വീണ്ടും സംശയം വരികയാണ്. അപ്പം അതുകൊണ്ടാണ് ഇനി സംശയം ഉള്ള ആൾക്കാരായിട്ട് ഞാൻ ഒരാളോട് ഞാൻ വഴി നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും ആരും നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവരെ വാക്ക് വിശ്വസിച്ച് നിങ്ങൾ എന്നായിട്ട് ഒരു ബിസിനസ്സും ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. എനിക്ക് അങ്ങനെ നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളായിട്ട് നിങ്ങൾ ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അല്ലാതെ എന്നെ വിശ്വസിച്ചൊന്നും ആരും എൻ്റെ അടുത്ത് പേപ്പറൊന്നും തരണ്ട. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് എന്നിൽ ട്രസ്റ്റബിൾ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ അല്ലാതെ എന്നെ ട്രസ്റ്റബിൾ ഇന്നൊന്ന് കേട്ടിട്ട് നാളെ മറ്റുള്ളവൻ പറയുന്നത് കേട്ടിട്ട് എനിക്കെതിരെ സംസാരിക്കും. കാരണം ഞാൻ പറഞ്ഞൊരു സർവീസ് ഉണ്ടാവും. എന്തായിരിക്കും ഇവിടെ ഈ കമ്പനി കൊടുക്കുന്ന സർവീസ്? ആ സർവീസ് പ്രോപ്പറായിട്ട് നടക്കും. അതിൻ്റെ അപ്പുറം വേറെ ഒരു കാര്യത്തിനും എനിക്ക് ഇടപെടാൻ പറ്റില്ല. അതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെന്റിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് നാളെ ആൾ മാറാൻ പറ്റില്ല. എന്താണോ സർവീസുകൾ, ആ സർവീസുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. കമ്പനീൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സർവീസുകൾ എന്താണോ അത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഇവനൊരു കണ്ടന്റ് കിട്ടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടും ഈ നരഭോജി വീണ്ടും വീഡിയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. ഇന്നത്തോടെ ഈ നരഭോജിയുമായിട്ടുള്ള എല്ലാ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി അവൻ അവിടെ നിന്ന് ചലച്ച് കുരച്ചുകൊണ്ടേയിരിക്കട്ടെ, എനിക്കൊരു പ്രശ്നമില്ല. എന്നിൽ വിശ്വാസമുള്ള ആളുകൾ മാത്രം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്നായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, ഡയറക്റ്റ് സംസാരിക്കാം. ഇനി ഈ നരഭോജിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഇനി ഉണ്ടാവില്ല. കാരണം ഈ നരഭോജിനെ ഇന്നത്തോടെ അവസാനിപ്പിക്കുകയാണ്. അവൻ എന്നെക്കുറിച്ച് ഇനി ചലച്ചുകൊണ്ടേയിരിക്കട്ടെ. കാരണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ട്രസ്റ്റബിളായിട്ട് മുമ്പോട്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള എൻ്റെ സൈഡ് ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എൻ്റെ നെഞ്ചിൽ തൊട്ടിട്ട് എനിക്ക് സത്യം ചെയ്ത് പറയാൻ പറ്റും. ഞാൻ ഇത്രയും പ്രൂഫുകൾ നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം എനിക്ക് ഹൃദയം തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനി ഈ നരഭോജി എനിക്കെതിരെ ചെയ്തുകൊണ്ടേയിരിക്കും. അവനെ പല്ല് എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം എനിക്ക് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ്റെ ചക്കപ്പല്ല് വലിയതായിട്ട് പിന്നെ വായിന്ന് പുറത്തേക്ക് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എത്ര വരെ അവൻ്റെ ചക്കപ്പല്ല് പോകുമെന്ന് നമുക്ക് നോക്കാം. അപ്പം എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുറച്ച് ഇമോഷണലായി സംസാരിച്ചു. സോറി. കാരണം എന്ന് വെച്ചാൽ ഒരാളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ഒരു മോശമായിട്ട് ഒരുത്തൻ പറയുമ്പോൾ നിങ്ങൾ ആണായിട്ടുള്ള ഒരുത്തനാണെങ്കിൽ പ്രതികരിക്കും. അതുകൊണ്ട് ഞാനിത് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞാനൊരു തെറ്റുകാരൻ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ വരും 100%. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇവനിക്ക് ഈ വീഡിയോക്കെതിരെ പ്രതികരിച്ച്. കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്ന കാരണം ഒരുപാട് റീച്ച് അവന് പോയി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോക്കാണ് ഇൻട്രസ്റ്റ്. ഒരാളെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ വേണ്ടി പല ആൾക്കാരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവനെക്കുറിച്ച് കുറ്റം പറയുന്നത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള റീച്ച് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഊളനെടുത്ത് ഞാൻ പല ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനും അവന് ആൻസർ തന്നിട്ടില്ല. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ നല്ല ഇനി ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ടാവില്ല. ഈ ജുബി എന്ന ഈ ഒരു നരഭോജിൻ്റെ വീഡിയോ ഇനി ഉണ്ടാവില്ല. കാരണം എനിക്ക് വളരെ ക്രിട്ടിക്കലായി തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.